പ്രിയപ്പെട്ട വിശ്വാസ സഹോദരങ്ങളെ, യുവാക്കളെ, മാതാപിതാക്കന്മാരെ, ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് നാളിതുവരെയും വെളിപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കാതെ പോയ ആഴമേറിയ ചില ആത്മീയ അറിവുകൾ ഈ വീഡിയോയിൽ കൂടെ ഏവരുമായി പങ്കിടുവാൻ ഞാൻ ഉദ്യമിക്കുകയാണ്. ഈ സംരംഭത്തിൻ്റെ സാഹസികത, അതായത് മനുഷ്യ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ നിർവഹിക്കാൻ കഴിയാത്തൊരു കടമയാണ് ഞാനിപ്പോൾ ഏറ്റെടുക്കുന്നത് എന്ന എൻ്റെ ബോധ്യം അതെന്നെ നന്നേ വിവശനാക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കഴിവുകേടിനെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആത്മീയ വിഭവങ്ങൾ വിളമ്പിത്തരുവാൻ നിത്യജീവൻ്റെ അപ്പമായ യേശുക്രിസ്തു കനിഞ്ഞ് നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു എന്ന ഒരാശ്വാസത്താൽ ഞാൻ ഈ സുപ്രധാനമായ ചുമതല കർത്തൃനാമത്തിൽ നിർവഹിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോയും ഇതിനോട് അനുബന്ധമായിട്ടുള്ള ചില വീഡിയോകളും ശ്രദ്ധ വെച്ച് അന്വേഷണ ബുദ്ധിയിൽ പഠിക്കുമെങ്കിൽ, കേൾക്കുക മാത്രമല്ല പഠിക്കുമെങ്കിൽ, നാളിതുവരെയും ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ നിന്ന് പൂഴ്ത്തിവെക്കപ്പെട്ട, മറച്ചുവെക്കപ്പെട്ട അത്ഭുതകരമായ ആത്മീയ വിഭവങ്ങൾ, യേശു പറഞ്ഞില്ലേ മറഞ്ഞിരിക്കുന്ന നിധി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം വെളിപ്പെടാൻ പോകുകയാണ്. അതെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആവേശത്തോടുകൂടെ തന്നെ വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ പ്രത്യേകമായ അനുഭവത്തിലേക്ക് വിശ്വാസത്താൽ, പരസ്പര സ്നേഹത്താലും ബഹുമാനത്താലും കൈകോർത്ത് പിടിച്ച് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുന്നതിന് നമുക്കൊരു കവാടം, ഒരു വാതിൽ ആവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. നമുക്കിപ്പോൾ വാതിലായി യേശു പറഞ്ഞ ചില വാക്കുകൾ ആശ്രയിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അതിപ്രകാരമാകുന്നു. നമുക്ക് വളരെ പരിചിതമാണ്, അതുകൊണ്ട് ഇതിനെ ആസ്പദമാക്കി ചിന്തിക്കാൻ എളുപ്പമാണ്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. എന്താണ് ഈ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യാത്ത ആ സമ്പത്ത് എന്താണ്? ഇതിനെപ്പറ്റി നിങ്ങൾ ഇതുവരെ പ്രാപിച്ചിരിക്കുന്ന അറിവ് എന്താണ്? ഞാൻ ഈ അറിവെന്ന് പറയുമ്പോൾ നോളജ് എന്ന അർത്ഥത്തിലല്ല, ആത്മീയമായ പരിജ്ഞാനം എന്ന അർത്ഥത്തിലാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ഞാൻ ഒരു സുവിശേഷ പ്രസംഗകനും അവലംബിക്കാത്തൊരു മാർഗം ഞാനിപ്പോൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഞാനൊരു സിനിമാ പാട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഞാൻ ഒരു സിനിമാ പ്രേമിയല്ല. ഞാൻ ഒരു തിയേറ്ററിൽ പോയിട്ട് കുറഞ്ഞത് 40 വർഷമെങ്കിലും ആയി കാണും. പക്ഷേ എനിക്ക് പാട്ടിനോട് വലിയ താല്പര്യമാണ്. ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം എനിക്ക് ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്നായിരുന്നു. അത് സാധിച്ചില്ല. സാരമില്ല. എന്നാൽ ഇന്നും ഞാൻ സംഗീതത്തെ ആത്മാവ് കൊണ്ട് സ്നേഹിക്കുന്നു. എൻ്റെ മനസ്സിലിപ്പോൾ നിൽക്കുന്നത് ഏത് സിനിമയിൽ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന കവിയാണ്
റഫീഖ് അഹമ്മദ്. അദ്ദേഹം രചിച്ച ഒരു കവിത, അത് എം ജയചന്ദ്രൻ സംഗീതം കൊടുത്ത് അദ്ദേഹം തന്നെ ആലപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു പക്ഷേ പരിചയമുണ്ടായിരിക്കും. അത് ആരംഭിക്കുന്നത് രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം. അത് ഞാൻ അല്പം ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടി അതൊന്ന് പ്ലേ ചെയ്യട്ടെ. ഇത് കോപ്പിറൈറ്റ് വയലേഷൻ വരും എന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ പ്ലേ ചെയ്യത്തുള്ളൂ. അത് അങ്ങനെ പോവുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത്? യേശു പറഞ്ഞ കാര്യം മനസ്സിലാക്കുന്നതിന് റഫീഖ് അഹമ്മദിൻ്റെ വരികൾ ഞാൻ എന്തിനാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ന്യായമായും ചോദിക്കും, സംശയിക്കും, ഒരുപക്ഷെ കോപിക്കും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് കുറച്ചുകൂടെ വ്യക്തമാക്കേണ്ട അത്യാവശ്യമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ വായിക്കാം. രാക്കിളിതൻ വഴിമറയും നോവിൻ മഴക്കാലം, കാത്തിരിപ്പിൻ തിരിനനയും ഈറൻ പെരുമഴക്കാലം, ഒരു വേനലിൻ വിരഹബാഷ്പം, ജലതാളമാർന്ന ഒരു മഴക്കാലം, ഒരു തേടലായി മഴക്കാലം. പിന്നെ മുൻപോട്ട് പറയുന്നു, ഓർമ്മകൾ തൻ ലോലകരങ്ങൾ പുണരുകയായി ഉടൽ മുറുകെ, പാതി വഴിയിൽ കുതറിയ കാറ്റിൽ വിരലുകൾ വേർപിരിയുന്നു, സ്നേഹാദ്രമാരോ മൊഴിയുകയാകാം കാതിലൊരാത്മ സ്വകാര്യം, തേങ്ങലിനേക്കാൾ പരിചിതമാകും പേരില്ലാത്ത വികാരം. അവസാനമായിട്ട് പറയുന്നു, നീല രാവിൻ താഴ്വര നീളെ നിഴലുകൾ വീണിഴയുമ്പോൾ, ഏതോ നിലവിൻ വാതിൽപ്പടിയിൽ കാൽപ്പെരുമാറ്റമുണർന്നു, കാണുന്ന മഴയിൽ ജാലക വെളിയിൽ മിന്നലിൽ ഏതൊരു സ്വപ്നം, ഈ മഴ തോരും തളിരുകളിൽ നീർമണി വീണ് തിളങ്ങും. ഇങ്ങനെ വായിച്ചാൽ ഒരു പക്ഷേ അത് അരോചകമാണെന്ന് തോന്നും. അത് പാടി കേൾക്കണം, നിങ്ങളിത് കേൾക്കണം. ഞാനത് എന്തുകൊണ്ടാണ് ഉദ്ധരിക്കുന്നത് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കവി റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരനുഭവം, അതുല്യമായ ഒരു അനുഭവത്തെ വാക്കുകളുടെ പരിമിതിയിൽ കൂടെ ആണെങ്കിലും ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ശ്രമമാണ്. ആ അനുഭവം അവ്യക്തമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ വാക്കുകളെല്ലാം എടുത്ത് അതിൻ്റെ അകത്തുക നോക്കിയാൽ ഇപ്പോൾ 2 അധികം 2 4 അങ്ങനെ കിട്ടത്തില്ല. എന്നാൽ ഈ വാക്കുകൾ നാം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോൾ അതുമായി അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അനുഭവത്തെയും വികാരങ്ങളുമായി നാം ആന്തരികമായി ബന്ധം പുലർത്തി കഴിയുമ്പോൾ നാം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുന്നു. ഓർമ്മകൾ തൻ ലോലകരങ്ങൾ പുണരുകയായി ഉടൽ മുഴുകെ, പാതി വഴിയിൽ കുതറിയ കാറ്റിൽ വിരലുകൾ വേർപിരിയുന്നു, സ്നേഹാദ്രമാരോ മൊഴിയുകയാവാം കാതിലൊരാത്മസ്വകാര്യം. അപ്പോൾ ഇതിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ, ഇത് ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വിരഹത്തിൻ്റെ അനുഭവമാണ്. പ്രേമ നൈരാശ്യം അനുഭവിച്ച ഒരു വ്യക്തി അവൻ്റെ അനുഭവത്തെ കവിതയിൽ കൂടെ
ലോകത്തിന് പ്രദാനം ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാനിതുപോലെ പ്രേമിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ്, എനിക്കിത് പ്രസക്തമല്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും അനുഭവം നമ്മുടെ അനുഭവമാണ്. അത് മനുഷ്യ ജാതിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നമുക്ക് പല തട്ടത്തിൽ വസിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കുവാനും വികാരങ്ങൾ അനുഭവിപ്പാനും എന്താണ് പറയുന്നത്, ഇമാജിനേറ്റീവ് ലൈഫ്, കാൽപ്പനിക ജീവിതം നയിക്കാനും നമുക്ക് കഴിയും. ഒട്ടും വളർച്ച പ്രാപിച്ചിട്ടില്ലാത്തൊരു വ്യക്തി, ഉള്ളിലൊന്നുമില്ല, അവനെ സംബന്ധിച്ചിടത്തോളവും എല്ലാം കല്ല് പോലെയാണ്. ഒരു പുഷ്പം അവിടെ നിൽക്കുന്നു, അത് കണ്ടാൽ അതൊരു കല്ല് കാണുന്നത് പോലെയാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കേ നീ എന്നൊന്നും പാടത്തില്ല. ഒരു പുഷ്പം കണ്ടാൽ താല്പര്യം തോന്നത്തില്ല. ആ പുഷ്പവും ഈ ഉള്ളിൽ വളർച്ചയില്ലാത്ത വ്യക്തിയുമായ ഒരു സംവാദം നടക്കത്തില്ല. അവിടെ ഒരു പാവപ്പെട്ട വ്യക്തിയുടെ ശവം കൊണ്ടുപോകുന്നു. ആ വഴിക്കപ്പോൾ ഒരു ദരിദ്രൻ്റെ നിർജീവദേഹം അടക്കിയ പെട്ടിപ്പോയി എന്നൊന്നും പാടത്തില്ല. അങ്ങനെ പാടണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളു വളരണം വളരണം വളരണം. അങ്ങനെ വളരുമ്പോൾ ലോകത്തിൽ എല്ലാ വ്യക്തികളും, ഇപ്പോൾ മാത്രമല്ല മനുഷ്യജാതിയുടെ ചരിത്രം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഓരോ വ്യക്തികളും അനുഭവിച്ച വികാരങ്ങളും ചിന്താശകലങ്ങളും അനുഭവങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ട് അത്ര നാളായില്ല, കൂടിപ്പോയാൽ 200 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ വളരും തോറും ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ഇതൊരു വെളിപ്പെടുത്തലാണ്. ഇതാരും നിങ്ങളോട് പറഞ്ഞു തരാൻ വഴിയില്ല. മനുഷ്യൻ വളരും തോറും അവൻ്റെ ഉള്ളിൽ ഒരു വലിയ സമ്പത്ത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമ്പത്ത് കൊണ്ട് മനുഷ്യൻ ഈ ലോകത്തോട്, ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയോടും ഈ ലോകത്തോടും, ഗോഡ് സോ ലവ് ദ വേൾഡ്, ദൈവം എന്താണ് ലോകത്തെ സ്നേഹിച്ചതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നാം ഇതിനോട് ബന്ധം പുലർത്തുമ്പോൾ ആ ബന്ധത്തിൻ്റെ രൂപവും രുചിയും അർത്ഥവും വ്യാപ്തിയും അവർണ്ണനീയമാണ്. നമ്മൾ വാസ്തവത്തിൽ കണ്ണുപൊട്ടന്മാരെ പോലെയും ചെകിടന്മാരെ പോലെ ഈ ലോകത്തിൽ നടന്നു പോവുകയാണ്. 60 വർഷം 70 വർഷം 80 വർഷം 100 വർഷം ജീവിച്ചു, പക്ഷേ ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും അനുഭവിച്ചില്ല. അത്ഭുതകരമായതൊന്നും നാം അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? യേശു പറയും നിന്റെ ഉള്ളിലെ ദാരിദ്ര്യമാണ്. നീ ഇതുവരെ സമ്പാദിച്ചതെല്ലാം പുഴുവും തുരുമ്പും കെടുക്കുന്ന വസ്തുക്കൾ മാത്രം. നിന്റെ വ്യക്തിത്വത്തിനപ്പുറത്ത്, നിന്റെ ശരീരത്തിന്, നിന്റെ ത്വക്കിനപ്പുറത്തുള്ള ലോകത്തിൻ്റെ ചില കരുക്കൾ മാത്രം, ചില കരിയിലകൾ മാത്രം നീ പിറക്കിയെടുത്തു. എന്നാൽ നിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട വലിയ സമ്പത്ത് നീ അവഗണിച്ച് കളഞ്ഞു. നീ ദരിദ്രനായിരുന്നു, നീ അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിലെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ധന്യമായി തീരുന്നു. ആ ഒരു അനുഭവം ഒരു അക്രൈസ്തവനായ, ഒരു മുസ്ലിമായ, മനഃപൂർവ്വം ഒരു മുസ്ലിം കവി ഞാൻ തിരഞ്ഞെടുത്താണ്. കാരണം കേരളത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം റഫീഖ് അഹമ്മദിനെ തിരഞ്ഞെടുത്താണ്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിമിലെ കവികൾ വയലാറും പി ഭാസ്കരനും ഗിരീഷ് പുത്തഞ്ചേരിയുമാണ്. റഫീഖ് അഹമ്മദിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അധികം കവിതകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അറിയുന്നതൊക്കെ വളരെ മനോഹരമാണ്. അതിൽ നമുക്കറിയാം ഒരെണ്ണം ഇതാണ്: മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. റഫീഖ് അഹമ്മദാണ്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഉള്ളിലെ ഉള്ളാകുന്ന വലിയ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ സമ്പത്തിനെ നാം തിരിച്ചറിയണം. അത് മാത്രമേ നമ്മുടെ സമ്പത്തായി നാം പരിഗണിക്കാവൂ. നമ്മുടെ ത്വക്കിന് വെളിയുള്ളതൊന്നും നമ്മുടേതല്ല. ഈ ഒരു സത്യം തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ടാണല്ലോ മനുഷ്യർ ഭ്രാന്ത് പിടിച്ച് ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെയും സമ്പത്തുകളുടെയും പുറകെ ഓടി ഭ്രാന്ത് പിടിച്ച് മരിച്ചു പോകുന്നു. കനകം മൂലം കാമിനി മൂലം കലഹം കൂട്ടരുതേ വെറുതേ. കനകവും കാമിനിയും എല്ലാം വെളിയിലാണ്. നാം എന്തിനെപ്പറ്റി വഴക്ക് കൂടുന്നോ അതെല്ലാം നമ്മുടെ വെളിയിലാണ്. കാമിനി ഉള്ളിൽ വസിക്കണം, അങ്ങനെ ആണെങ്കിൽ വഴക്കുണ്ടാവില്ല. അപ്പം നമ്മുടെ ത്വക്കിന് വെളിയിലുള്ള ഒന്നും നമ്മുടെ സമ്പത്തല്ല, അത് നമ്മുടെ വിപത്താണ്. സമ്പത്തല്ല, ആപത്താണ്. നാം ആപത്തിനെയാണ് സമ്പത്തായി ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പം ഇത് വളരെ വ്യക്തമായി യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിനിയും യേശുവിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ ഒന്ന് പരിഗണിക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണത്തിൽ പെട്ടെന്ന് ഒരു ഇടർച്ചയുണ്ടാകും. എന്താണ്? കല്യാണം വിരുന്ന് നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വൈൻ തീർന്നു പോകുന്നു, വീഞ്ഞ് ഇല്ലാതെയാകും. അപ്പോൾ യേശു പറയുന്നു അവിടെയുള്ള 6 കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ. നിങ്ങൾക്കറിയാം, ആ വെള്ളം കോരിക്കൊണ്ട് വിരുന്നുവാഴിയുടെ അടുത്ത് ചെന്നപ്പോൾ അത് വീഞ്ഞായി. അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അവിടെ നിൽക്കുന്ന യേശു, ആ യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്നറിയാമോ? ആ ബാഹ്യലോകത്ത് നടക്കുന്ന വിരുന്നില്ലേ, വിവാഹ വിരുന്നില്ലേ, അത് യേശുവിൻ്റെ ഉള്ളിൽ നടക്കുകയാണ്. യേശുവാണ് വിരുന്ന്, യേശുവാണ് വീഞ്ഞ്, യേശുവാണ് ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഒരിക്കലും വറ്റിപ്പോകാത്ത തുരുത്തി, വീഞ്ഞ് തുരുത്തി. അപ്പോൾ ആ യേശു അവിടെ ഉണ്ട് എങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിത്വം അവിടെ ഉണ്ട് എങ്കിൽ വെള്ളം പോലും വീഞ്ഞായിത്തീരും. ഇത് അത്ഭുതമല്ല, ഇത് വെറും യുക്തി മാത്രമാണ്. അപ്പോൾ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണ്? യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ പുഴുവും തുരുമ്പും നഷ്ടപ്പെടുത്താത്ത നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സമ്പത്തായ ദൈവികമായ വ്യക്തിത്വം പ്രാപിപ്പീൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമുക്കറിയാം, നാം എന്തിനോട് പ്രതികരിക്കുന്നതും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സമ്പത്തനുസരിച്ചിട്ടാണ്. നാം ഓരോ സമയത്തും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മുടെ ഉള്ളിലെ സമ്പത്താണെങ്കിൽ സമ്പത്ത്, ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യം വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഭൂരിപക്ഷം ആളുകളും ഒരു സാഹചര്യത്തിൽ, ഏത് നല്ല സാഹചര്യത്തിൽ കൊണ്ട് നിർത്തിയാലും അവരതിനകത്ത് ഒരു സാധ്യതയും കാണത്തില്ല. അനേകം ആളുകൾക്ക് അവസരം കൊടുത്താൽ അതൊരു ഭാരമാണ്. എന്നാൽ അവസരം കൊടുത്തില്ലെങ്കിലോ, അയ്യോ എന്നെ അവഗണിച്ചു എന്ന് പറഞ്ഞ് പരാതിപ്പെടും. ഇതെല്ലാം ഉള്ളിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു. ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഈ ലക്ഷ്യമില്ലെങ്കിൽ മറ്റൊന്നുമില്ല. എന്താണ്? യേശുവിനെ പോലെയുള്ള വ്യക്തിത്വം പ്രാപിക്കുക. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് ചിന്തിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ കുളക്കരെ യേശു ശമര്യക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുന്നു. ആ ശമര്യക്കാരി സ്ത്രീയോടുള്ള സംവാദം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിനു മുൻപ് 6 പേരെ അവൾ ഇതേ കുളക്കര വെച്ച് കണ്ടതാണ്. അതുകൊണ്ട് യേശു അവരോട് പറയുന്നത് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ ഭർത്താവല്ല, 5ഉം 1ഉം 6. എന്ത് പറ്റിയെന്നറിയാമോ? ഈ 6 പുരുഷന്മാരും അവൾക്ക് ഇതുവരെ നൽകിയത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ദാരിദ്ര്യം മാത്രമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഈ ശമര്യക്കാരി സ്ത്രീയെ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് ഇതിനു മുൻപ് കണ്ട 6 പുരുഷന്മാർ, അവരും
അവളോട് ബന്ധം പുലർത്തി. അങ്ങനെ ബന്ധം പുലർത്തിയതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? അവൾക്കുണ്ടായിരുന്ന വില കൂടെ ഇടിഞ്ഞു പോയി. കാരണം എന്താണെന്നറിയാമോ? ഈ 6 പുരുഷന്മാരുടെയും വ്യക്തിത്വം അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ നാം ഏർപ്പെടുന്ന ബന്ധങ്ങൾ, നാം ഏറ്റെടുക്കുന്ന ചുമതലകൾ, നാം എടുക്കുന്ന നിലപാടുകൾ, നാം നടത്തുന്ന ഇടപെടലുകൾ, ഇവയൊക്കെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സമ്പത്തിനെയോ ദാരിദ്ര്യത്തിനെയോ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമക്കളാകുന്നു എന്ന് ലോകം അറിയേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ഉള്ളിലെ സമ്പത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുവേൻ. ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം പറയാം, വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം. നമുക്കറിയാം, ലോകത്തിലെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ ആരും ഒന്നും ചെയ്യുന്നില്ല, ആരും ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നുമില്ല. അപ്പോൾ നമുക്ക് ന്യായമായും എന്തെങ്കിലും ദാനം ചെയ്യണം, കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പടിവാതിൽക്കലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യനെ പത്രോസും യോഹന്നാനും കണ്ടുമുട്ടുന്നുണ്ട്. അതൊരു ചിത്രീകരണമാണ്. അവിടെ ആ ഭിക്ഷയാചിക്കുന്ന മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, പ്രതീക്ഷിക്കുന്നത് പത്രോസിൻ്റെ പോക്കറ്റിൽ നിന്ന് വല്ലതും കിട്ടുമെന്നാണ്. പത്രോസ് അത് നൽകുന്നില്ല. പത്രോസ് നൽകുന്നതോ അവൻ്റെ ആത്മാവിൽ നിന്നാണ്. അവൻ്റെ ആത്മാവ് എന്താണ്? യേശു എന്ന നാമമാണ്. അതാണ് എൻ്റെ അർത്ഥം. ഇവിടെ ഒരു വലിയ സുപ്രധാനമായ മർമ്മം അടങ്ങിയിരിക്കുന്നു. ക്രിസ്ത്യാനി വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു മർമ്മം ഇവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? നാം നമ്മുടെ പോക്കറ്റിലുള്ളത് കൊടുത്താൽ നാം ആളുകളെ തെണ്ടികളാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പോക്കറ്റിലുള്ളത് മാത്രമാണ് നമുക്ക് ലോകത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് എങ്കിൽ നാം എല്ലാവരെയും തെണ്ടികളാക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മാവിലുള്ളത് നാം കൊടുക്കുമ്പോൾ നാം അവരെ ധനികരാക്കുന്നു. ഇതൊരു വലിയ മർമ്മമാണ്. ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച വലിയ മർമ്മമാണ്. അതുകൊണ്ടാണ് യേശു ആത്മാഭിമാനത്തോടെ പറയുന്നത്, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾ കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. പക്ഷേ തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രൻ്റെ വാക്കുകൊണ്ടാണ് കുഷ്ഠരോഗി സൗഖ്യമാകുന്നു, അന്ധർ കാണുന്നു, ബധിരർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു. അതൊരു വ്യക്തിത്വമാണ്. ഇത് പോക്കറ്റിലുള്ള സമ്പത്ത് കൊണ്ട് ഇത് ചെയ്യാൻ സാധ്യമല്ല. ഇത് സാധിക്കും. എങ്ങനെയാണ്? പുഴുവും തുരുവും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയുമുള്ള നിത്യതയുടെ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ നാം വഹിക്കുന്നുവെങ്കിൽ ഇത് സംഭവിക്കും. അല്ലാതെ മറ്റൊരു വിധത്തിലും ഇത് സംഭവിക്കും. ഇത് ക്രിസ്ത്യാനി മനസ്സിലാക്കുമെങ്കിൽ നാം ഇന്ന് ദൈവത്തോടെന്ന് നടിച്ച് നാം പുലർത്തുന്ന ബന്ധം, സഭയോട് പുലർത്തുന്ന ബന്ധം, ദൈവദാസന്മാരോട് പുലർത്തുന്ന ബന്ധം, കുട്ടി ദൈവങ്ങളോട് അല്ലെങ്കിൽ ആൾദൈവങ്ങളോട് പുലർത്തുന്ന ബന്ധം, ഇതെല്ലാം നമ്മുടെ പോക്കറ്റിൻ്റെ ബന്ധങ്ങൾ മാത്രമാണ്. സഭയ്ക്ക് പോക്കറ്റിൽ നിന്ന് കൊടുത്താൽ മതി. സഭയ്ക്കും അതിനപ്പുറത്തൊരു പ്രത്യാശയില്ല, ആവശ്യമില്ല, താല്പര്യമില്ല, ഒരു സെൻസിറ്റിവിറ്റിയുമില്ല. ഇതെല്ലാം നാം ഭിക്ഷയുടെ തെണ്ടലിൻ്റെ പരിപാടിയാക്കി അധപ്പതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചതല്ലല്ലോ ഇതൊന്നും, പിന്നെ നിങ്ങൾ എന്തിനാണ് വില വാങ്ങിക്കുന്നത്? ഫ്രീലി യു ഹാവ് റിസീവ്ഡ്, ഫ്രീലി ഗിവ്. നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി നൽകുവീൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പോക്കറ്റ് എവിടെ വന്നോ അവിടെ മുഴുവൻ തെണ്ടലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ വലിയ വലിയ കസേരയിലിരിക്കുന്ന ആളുകളും ആത്യന്തികമായി നാം നോക്കുമ്പോൾ അവരെല്ലാം തെണ്ടുകയാണ്. തെണ്ടൽ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി ഒന്നും കാണത്തില്ല. അതാണ് നമ്മുടെ ദാരിദ്ര്യം. ക്രിസ്തീയ സമൂഹത്തിൻ്റെ ദാരിദ്ര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ തെണ്ടലിൽ നിന്ന് കിട്ടുന്ന കൊയ്ത്ത് മാറ്റി വെച്ചാൽ പിന്നെ യാതൊന്നും അവശേഷിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിപ്പീൻ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന സമ്പത്തിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്.
ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ വാങ്ങിക്കാമെന്നോ സഭയിൽ നിങ്ങൾക്കൊരു സീറ്റ് വാങ്ങിക്കാമെന്നോ നിങ്ങൾ കരുതരുത്. ഇക്കാലത്ത് പലരും ബിഷപ്പ് എന്ന പദവി വാങ്ങിക്കുന്നതും കോടികൾ കൊടുത്തിട്ടാണ്, കോടികൾ മുടക്കിയിട്ടാണ് ഈ കുപ്പായത്തിൻ്റെ നിറം ഒന്ന് മാറ്റി എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, പോക്കറ്റ് കൊണ്ടുള്ള കളി മുഴുവൻ തെണ്ടികളുടെ കളിയാണ്. എന്നാൽ ആത്മാവിൻ്റെ സമ്പത്ത് കൊണ്ടുള്ളതോ മനുഷ്യനെ ധനികനാക്കുന്നു. അങ്ങനെ മനുഷ്യരെ ധനികനാക്കുന്ന ഒരു ദൗത്യത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു ഏർപ്പെട്ടത്. ആ ദൗത്യത്തിൻ്റെ പങ്കാളികളായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ പങ്കാളികളായി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി. അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി. എന്താണ് ആ ഒന്ന്? അതാണ് യേശു ഇവിടെ പറയുന്നത്, പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതുമായ സമ്പത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വരുമിച്ചു കൊള്ളുവീൻ. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആ മറഞ്ഞു കിടന്ന നിധിയുടെ ഉപമ. ഒരുത്തൻ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു വലിയ നിധി കണ്ടു. അവനെല്ലാം വിറ്റത് വാങ്ങിക്കുകയാണ്. ഇതെല്ലാം പ്രതീകാത്മകമായി സംസാരിക്കുന്നത് നാം മനസ്സിലാക്കുക. എന്താണ്? അവൻ അന്ന് വരെയും ധരിച്ചത്, അവൻ്റെ സമ്പത്തെന്ന് പറയുന്നത് അവൻ്റെ കൃഷിഭൂമിയായിരുന്നു. എന്നാൽ അന്ന് അവനൊരു പുതിയ കണ്ടുപിടുത്തം നടത്തി. എന്താണ്? ഇതിനപ്പുറത്ത് ഒന്നിനോടും താരതമ്യപ്പെടുത്താൻ ന്യായമല്ലാത്ത, ഒന്നും അതിനോട് സമമല്ലാത്ത, എല്ലാറ്റിനും അതീതമായ ഒരു വലിയ സമ്പത്തുണ്ട്. ആ സമ്പത്ത് എൻ്റെ ഉള്ളിലാകണം. അതുകൊണ്ടാണ് എല്ലാം വിറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ബാഹ്യമായതിനെ മുഴുവനും നിരസിച്ചിട്ട് ആന്തരികമായ ഒരു അനുഭവത്തിലേക്ക്, ആ വലിയ നിധിയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഇതിനെയാണ് മനം മാറ്റമെന്ന് പറയുന്നത്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. ഞാൻ അതിനെ ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കാം. അവിടെ ഞാൻ പറയാത്തൊരാശയം പറഞ്ഞിട്ട് ഞാൻ ഈ ചിന്തയോടെ അവസാനിപ്പിക്കാം. മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞതിനകത്ത് മറ്റൊരർത്ഥമുണ്ട്. അത് അവിടെ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പീൻ, അല്ല നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പീൻ. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ബാഹ്യതയുടെ മൂടുപടലത്തിൽ തപ്പിയും തടഞ്ഞുമാണ്. ബാഹ്യതയുടെ അടിമയായിട്ടാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വ്യക്തികളും അവരിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെട്ട് ജീവിക്കുകയാണ്. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് ലിവിങ് ഏലിയനേറ്റഡ് ഫ്രം വൺ സെൽഫ്. നാം നമുക്ക് അപരിചിതരാണ്. എന്തുകൊണ്ട്? നാം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഒരിക്കലും കൂട്ടാക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് പുരിയം ചൊളിച്ചാൽ നമ്മൾ ഉടനെ അയ്യോ, ആരെങ്കിലും നമ്മളെ ഒന്ന് നോക്കിയില്ല, അയ്യോ കരഞ്ഞു പോകും, അല്ലേ? എന്താണ് കാര്യം? നമ്മുടെ ജീവിതം ബാഹ്യത കൊണ്ട് മാത്രം നാം അടിമകളാണ്. ബാഹ്യതയിൽ ആശ്രയിക്കുന്നവൻ അരിഷ്ടനം, എന്നേക്കും അശാന്തിയിൽ, അരിഷ്ടതയിൽ മാത്രം ജീവിക്കാൻ അവകാശമുള്ളവനുമാണ്. നിനക്ക് സമാധാനം എന്തെന്നറിയണമോ? ആത്മാഭിമാനം എന്തെന്നറിയണമോ? നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം എന്തെന്നറിയണമോ? നിൻ്റെ മനുഷ്യ അന്തസ് എന്താണെന്ന് അറിയണമോ? നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കൂ. അവിടെ ലോകബുദ്ധിയെ, സകല ബുദ്ധിയെയും കവിയുന്ന വലിയ നിധി ദൈവം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ലോകാരംഭത്തിന് മുമ്പ് തന്നെ. അതാണ് 139-ാം സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിൻ്റെ ഉള്ളിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട അതുല്യമായ നിധികൾ ദൈവം വിഭാവന ചെയ്ത് സൃഷ്ടിച്ച് വച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തിയും പിറക്കുമ്പോൾ ആ വലിയ സമ്പത്ത് അവൻ്റെ ഉള്ളിൽ തന്നിട്ടാണ് ലോകത്തിലേക്ക് വിടുന്നത്. എന്നാൽ ആ സമ്പത്ത് ഇല്ല എന്ന് കണ്ണുമടച്ച് ഈ ലോകം മുഴുവനും, ഈ ഇഹലോകവാസം മുഴുവനും വൃഥായാക്കി മനുഷ്യൻ ജീവിതം പാഴാക്കി കടന്നു പോകുന്ന ഒരു വലിയ ദാരുണമായ അവസ്ഥയെ കർത്താവായ യേശു ക്രിസ്തു തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. മതത്തെ പറ്റിയുള്ള യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ
ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. മതത്തിൻ്റെ ആചാരങ്ങൾ കൊണ്ട് മനുഷ്യനെ നഷ്ടപ്പെടുന്നത് അവൻ്റെ ഉള്ളിലുള്ള ഈ നിധി തിരിച്ചറിയാനുള്ള അവസരവും സാവകാശവുമാണ്. കാരണം എന്താണെന്നറിയാമോ? മതം മുഴുവനും ആചാരങ്ങളാണ്. ആചാരങ്ങൾ എപ്പോഴും ബാഹ്യതയാണ്. ഒരാചാരത്തിലും ആന്തരികമായിട്ടൊന്നുമില്ല, എല്ലാം ബാഹ്യമാണ്. ഇപ്പം പുരോഹിതൻ അവിടെ നിന്ന് അതൊക്കെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ ശരീരരക്തങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പവും വീഞ്ഞുമെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നു, ചൊല്ലുന്നു, കുന്തിരുക്കം പുകയ്ക്കുന്നു. ഇതെല്ലാം ബാഹ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സാറേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ഒന്നും പതിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ വീണ്ടും പൊള്ളയായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ നമുക്ക് വിടുതൽ പ്രാപിക്കണം. ഞാൻ റാഫിക് അഹമ്മദിലേക്ക് തിരിച്ചു വരട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ സാധിക്കും. ഇതാ ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തി, റാഫിക് അഹമ്മദ്, മനുഷ്യ അവസ്ഥയെ ഒരു പ്രത്യേക തരത്തിൽ അവതരിപ്പിക്കുകയാണ്. അത് അവ്യക്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അവിടെ മഴ പെയ്യുന്നു, ജനലിതാ തുറന്നു കിടക്കുന്നു, ഈ ജനലിനപ്പുറത്ത് മിന്നലുണ്ടാകുന്നുണ്ട്, വാതിൽപ്പടിയിൽ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതെന്താണ് എന്നെനിക്കതിന് പേര് കൊടുക്കാൻ കഴിയുന്നില്ല. പേരറിയാത്തൊരു വികാരം. ഇത് നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ നാം കല്ലായിപ്പോയി എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ഉദാഹരണമായിട്ടിത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ റാഫിക് അഹമ്മദിൻ്റെ കവിത വായിച്ച സ്വർഗത്തിൽ പോകുന്നല്ല ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് റാഫിക് അഹമ്മദിനെ പോലെയുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവത്തെ ഒരു പ്രത്യേക തരത്തിൽ സ്വായത്തമാക്കുവാനും അത് വാക്കുകളിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാനുമുള്ള കഴിവുണ്ട്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ തന്നെയാണ്. യേശു എന്തു ചെയ്തു? അവൻ്റെ ഉള്ളിലുള്ള അതുല്യവും നിസ്സീമവുമായ ഈ അത്ഭുതകരമായ ആ സമ്പത്ത്, ആ സ്വത്ത് ദാരിദ്ര്യത്തിലിരുന്ന എല്ലാവരിലേക്കും പകർന്നു കൊടുത്തു. 7 ഭൂതങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടിയുന്ന മഗ്ദലമാരിക്കരയ്ക്ക് പകർന്നു കൊടുത്തു. കുഷ്ഠരോഗിക്ക് പകർന്നു കൊടുത്തു. നട്ടൽ വളഞ്ഞ് നിന്ന കൂനിയായ സ്ത്രീക്ക് ആ വ്യക്തിത്വത്തിൻ്റെ സമ്പത്ത് പകർന്നു കൊടുത്തു. രക്തസ്രാവം കൊണ്ട് 12 വർഷം വീർപ്പ് മുട്ടിയ ഒരു സ്ത്രീക്ക് ആ വ്യക്തിത്വത്തിൻ്റെ സമ്പത്ത് പകർന്നു കൊടുത്തു. ഉള്ളു മുഴുവനും പൊള്ളയായി വ്യക്തിത്വത്തിന് യാതൊരു വിലയുമില്ല എന്ന് മനസ്സിലാക്കി ഞരണ്ട് മുരളിച്ചിരുന്ന സക്കായിക്ക് ആ വലിയ ജീവൻ്റെ ജലം ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശബരിക്കാരോട് പറയുന്നുണ്ടല്ലോ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം നൽകുകയും ചെയ്യുമായിരുന്നു. ആ ജീവൻ്റെ ജലം ഉള്ളിൽ നിന്ന് ലോകത്തിലേക്ക് പ്രവഹിക്കുന്നതാണ്. ബാഹ്യമായതൊന്നും ജീവൻ്റെ ജലമല്ല. പക്ഷെ നമുക്കിന്ന് എന്തു പറ്റി? ക്രിസ്തുമതം എന്ന് പറയുന്നത് വെറും ബാഹ്യത മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു മെത്രാൻ അവൻ്റെ കഴിവ് കാണിക്കുന്നതാണ് വലിയ പള്ളി അങ്ങോട്ട് പണിയും. അതിനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ ഒരു ചർച്ച് ഹോളെങ്കിലും പണിതുണ്ടാക്കും. ഒരു മെത്രാൻ അവൻ്റെ വലിപ്പം കാണിക്കുന്നത് എന്താണ്? ഏറ്റവും വലിയ കാറിൽ കയറി ഇങ്ങനെ മിന്നി നടക്കും. എന്താണ്? ബാഹ്യതയാണ് സഹോദരി സഹോദരങ്ങളെ. നിങ്ങളിത് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. യേശുവിൻ്റെ പഠിപ്പീരിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കണ്ടേ എന്തുകൊണ്ടാണ് മെത്രാൻ ഇങ്ങനെ ഈ വലിയ കാറിൽ കയറി ഇങ്ങനെ നടക്കുന്നതോ നടന്നാലോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്നത് അറിയാം. ഇവരൊക്കെ ബാഹ്യതയുടെ ഭിക്ഷാന്തേഹികളാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, പോക്കറ്റ് കൊണ്ട് മാത്രം നടക്കുന്നവൻ മറ്റുള്ളവരെ തെണ്ടികളാക്കുന്ന. അപ്പം നാം ഈ മെത്രാന്മാരെ പോലും തെണ്ടികളാക്കുകയാണ്. എന്താണ്? നമ്മൾ പോക്കറ്റ് കൈമുത്തിയാൽ ഉടനെ കൊടുക്കണം, മെത്രാൻ വീട്ടിൽ വന്നാൽ കൊടുക്കണം, വിവാഹത്തിന് വന്നാൽ കൊടുക്കണം, ശവടക്കത്തിന് വന്നാൽ കൊടുക്കണം. അപ്പോൾ എന്താണ്? പോക്കറ്റ്. ഈ പോക്കറ്റ് കൊണ്ട് നാം ആരെയൊക്കെ ബഹുമാനിക്കുന്നു, നാം അവരെയൊക്കെ നമ്മൾ തെണ്ടുകളാക്കുകയാണെന്ന് യേശു പറയുന്നതാണ്. ഞാൻ
ഞാൻ എൻ്റെ അറിവല്ല പറയുന്നത്, യേശുവിൽ നിന്ന് പ്രാപിച്ച അറിവ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അങ്ങനെ യേശു ആർക്കും കൊടുത്തില്ല. യേശു കൊടുത്തത് എന്താണ്? അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ്റെ നദി പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. അതാണ് ആത്മീയത. അവിടെ ഇതൊന്നും ആവശ്യമില്ല, ബഡ്ജറ്റും ആവശ്യമില്ല, മനുഷ്യൻ്റെ പണവും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിപ്പാൻ സാധ്യമല്ല, ദൈവത്തെയും മാമോനെയും നിങ്ങൾ ഒരുമിച്ച് സേവിക്കരുത്. പക്ഷെ അത് ആരോട് പറയാനാ? ഈ ബാഹ്യത കൊണ്ട് മാത്രം നടക്കുന്ന ആളുകൾ, പോക്കറ്റിൽ മാത്രം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ഉള്ളു പൊള്ളയായവർ, അവരോട് നാം എന്തു പറഞ്ഞ് മനസ്സിലാക്കാനാണ്? അവർക്ക് ദൈവത്തെ കണ്ടാലും അയൽക്കാരനെ കണ്ടാലും അവിടെ നിൽക്കുന്ന മൃഗങ്ങളെ കണ്ടാലും തുല്യമാണ്. ഇപ്പം അവിടെ ഒരു കറവ പശു നിൽക്കുന്നു, ഇവിടെ യേശു നിൽക്കുന്നു. ഏതിനെ തിരഞ്ഞെടുക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കറവ പശുവിനെ തിരഞ്ഞെടുക്കും. കാരണം പോക്കറ്റ് മാത്രമാണ്. ഈ ഒരു അവസ്ഥ, ഇത് വളരെ ശാപഗ്രസ്തമായ അവസ്ഥയാണ്, ശോചനീയമായ അവസ്ഥയാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ കൺവെൻഷൻ പ്രസംഗം ഒത്തിരി നടത്തിയ ആളാണ്. ഞാൻ പ്രസംഗിക്കാത്ത കൺവെൻഷൻ അധികം കേരളത്തിലില്ല. മറ്റനേക രാജ്യങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനത് നിർത്തി. എന്താണെന്നറിയാമോ? ഒരൊറ്റ കൺവെൻഷനിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ സാധ്യമല്ല, അതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഇത് പറഞ്ഞാൽ അന്നേരം അടിച്ചു വെളിയിലിറക്കും. യേശുവിൻ്റെ സത്യങ്ങൾ, മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ആത്മീയമായ തിരിച്ചറിവുകൾ, പരിജ്ഞാനങ്ങൾ വചന ശുശ്രൂഷയിൽ കൂടെ ജനങ്ങളിലേക്ക് പകരുവാൻ ഒരു കാലത്തും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഒരു കാലത്തും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ നിങ്ങളോട് ബന്ധപ്പെടുത്തുവാൻ ഞാൻ വ്യഗ്രത കൊള്ളുന്നത്. നിങ്ങളിതിൽ സസന്തോഷം സശ്രദ്ധമായി പങ്കെടുക്കുന്നതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. എനിക്കുള്ള കൃതജ്ഞത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ അന്വേഷണ പരമ്പര നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മൾ ഇപ്രകാരം അറിയുന്ന കാര്യങ്ങൾ അന്യരിലേക്ക് പകരുവാൻ നിങ്ങൾ ദയവായി ശ്രമിക്കണം. ദൈവം നമുക്ക് എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടരുവാനാണ്. കാരണം ആത്മീയമായ അറിവ് ഒരു നദിയാണ്. നദി അവിടെ തളം കെട്ടി കിടക്കുന്നില്ല, നദി നിരന്തരമായ ഒഴുക്കാണ്. ആത്മീയത സ്വയത്തിൽ നിന്ന് അപരനിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ്. ആ ഒരു അനുഭവത്തിലേക്ക് ഏവരും പ്രവേശിക്കും എന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.